മകരസംക്രമ നാളിൽ അയ്യന് ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് വഴിത്താരകളിലെല്ലാം വലിയ സ്വീകരണമൊരുക്കി ഭക്തസഹസ്രങ്ങൾ. ഘോഷയാത്ര രണ്ടാം ദിവസത്തെ പ്രയാണത്തിൽ പെരിനാട് പൂവത്തുമൂട് പിന്നിട്ടു. തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് സ്വീകരണം ഒരുക്കുന്ന ക്ഷേത്രങ്ങളിലെല്ലാം വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. പെരിനാട് നിന്നും മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തിരുവാഭരണ ഘോഷയാത്ര രണ്ടാം ദിവസത്തെ പ്രയാണം തുടരുകയാണ്. പെരിനാടാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. വഴിത്താരകളിലെല്ലാം ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വഴിത്താരകളെല്ലാം അയ്യപ്പ മന്ത്രങ്ങളാൽ മാത്രം മുഖരിതമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെ ശബരിമല സന്നിധാനത്തേക്ക് ഈ തിരുവാഭരണ ഘോഷയാത്ര കടന്നു പോകുന്ന ആ ഒരു ദൃശ്യങ്ങളാണ്, ആ ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പെരുന്നാട് നിന്നും കക്കാട് വലിയ കോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയ്ക്ക് വന്ന വഴികളിലെല്ലാം വലിയ സ്വീകരണമാണ് ഭക്തജനങ്ങൾ ഒരുക്കിയിരുന്നത്. ഇന്നലെ ഘോഷയാത്ര പുറപ്പെട്ടത് മുതൽ പന്തളത്തും പരിസര പ്രദേശങ്ങളിലും അനുഭവപ്പെട്ട അതേ ഭക്തജനത്തിരക്ക് ഈ ഘോഷയാത്ര കടന്നു പോകുന്ന വഴിത്താരകളിലെല്ലാം അനുഭവപ്പെടുന്നുണ്ട്. വലിയ ഭക്തജന സഹസ്രങ്ങൾ തന്നെ എല്ലാ മുഴുവൻ വഴികളിലും ഈ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നു. മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്നു. തിരുവാഭരണം പേടകത്തിന് പുറത്തു വെച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് ദർശനം അനുവദിച്ച ക്ഷേത്രങ്ങളിലും വലിയ ഭക്തജനത്തിരക്കാണ് കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിലായിരുന്നു ഇന്നലെ ഘോഷയാത്രയ്ക്ക് രാത്രി വിശ്രമം. അതിനുശേഷം ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി ഘോഷയാത്ര വീണ്ടും പ്രയാണം തുടർന്നപ്പോൾ വലിയ ഭക്തജനത്തിരക്ക് വഴിത്താരകളിലെല്ലാം അനുഭവപ്പെടുന്നുണ്ട്. സാവധാനമായിരുന്നു ഘോഷയാത്ര നീങ്ങിയിരുന്നുവെങ്കിൽ ഇന്ന് കൃത്യസമയം പാലിക്കുന്നതിന്റെ ഭാഗമായിട്ട് വളരെ വേഗത്തിൽ തന്നെ ഘോഷയാത്ര ഈ വഴിത്താരകളിലൂടെ സന്നിധാനത്തേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സത്രത്തിലാണ് ഘോഷയാത്രയുടെ രാത്രി വിശ്രമം. ഇന്ന് രാത്രിയോടുകൂടി രാത്രി 9 മണിയോടുകൂടി സത്രത്തിലെത്തുന്ന ഘോഷയാത്ര അവിടെ വിശ്രമിച്ചതിന് ശേഷം നാളെ പുലർച്ചെ അവിടെ നിന്ന് പ്രയാണം തുടരും. വൈകിട്ട് 5:30യോടുകൂടി ദീപാരാധനയ്ക്ക് മുൻപായിട്ട് സന്നിധാനത്തേക്ക് എത്തുന്ന ഘോഷയാത്രയ്ക്ക് ദേവസ്വം അധികാരികളും മറ്റ് ആളുകളും എല്ലാം കൂടി സ്വീകരണം ഏറ്റുവാങ്ങി സ്വീകരണം നൽകിക്കൊണ്ട് സന്നിധാനത്തേക്ക് ആനയിക്കും. വലിയ ഭക്തജനത്തിരക്ക്, ഭക്തസഹസ്രങ്ങൾ എന്ന് തന്നെ പറയാം. മണിക്കൂറുകളോളം കാത്തുനിന്ന് ഘോഷയാത്ര ദർശിക്കുന്നതിനും തിരുവാഭരണത്തെ വണങ്ങുന്നതിനുമൊക്കെയായിട്ട് വഴിത്താരകളിലെല്ലാം കാത്തു നിൽക്കുകയാണ്. പെരുന്നാടാണ് ഇപ്പോൾ ഘോഷയാത്ര കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന വഴികളിലെല്ലാം വലിയ ഭക്തജനങ്ങൾ കാത്തുനിൽപ്പുണ്ട് ഈ ഘോഷയാത്ര വണങ്ങുന്നതിനും തിരുവാഭരണ പേടകത്തെ ദർശിക്കുന്നതിനുമൊക്കെയായിട്ട്.